പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ ധന്യവും അതിശ്രേഷ്ഠവുമായ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് രാത്രികാലം ഫെയ്ത്ത് ലൈറ്റ് മീഡിയ യൂട്യൂബ് ചാനലിൽ കൂടി എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയമുള്ളവരും ദൈവം ധാരാളമായി അനുഗ്രഹിക്കുകയും മാനിക്കുകയും ചെയ്യുമാറാകട്ടെ. ഇന്ന് രാത്രികാലത്തെ ദൈവിക ചിന്ത എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിൽ നടപ്പിൻ എന്നുള്ളതാണ്. ഇന്ന് രാത്രികാലത്തെ ചിന്ത എന്ന് പറയുന്നത് നമ്മുടെ ഏത് സാഹചര്യങ്ങൾക്കും വിടുതലും പ്രത്യാശയും വെളിപ്പെടണമെങ്കിൽ നാം ക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിൽ നിലനിൽക്കുവാൻ അല്ലെങ്കിൽ നടക്കപ്പെടുവാൻ തക്കവണ്ണം ഇടയായിത്തീരണം. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികളാലും ഭാരങ്ങളാലും വേദനകളാലും നിരാശകൾ അനുഭവിക്കുമ്പോൾ സർവശക്തനായ ദൈവം വിളിച്ചു പറയുന്നു, അതിൻ്റെ നടുവിൽ നിന്ന് പൂർണ്ണമായൊരു വിടുതലും ആശ്വാസവും വെളിപ്പെടണമെങ്കിൽ നാം എപ്പോഴും ക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിൽ നടക്കപ്പെടുവാനിടയായിത്തീരണം. ആമേനോടെ അതിനാധാരമായിട്ട് ഞാനൊരു വാക്യം വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. കൊളോസ്യ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം ഞാൻ വായിക്കുന്നു. ആകയാൽ നിങ്ങൾ കർത്താവായ ക്രിസ്തുവിനെ കൈക്കൊണ്ടതുപോലെ അവൻ്റെ കൂട്ടായ്മയിൽ നടപ്പിൻ. അവൻ വായിക്കുന്നത് ആകയാൽ നിങ്ങൾ കർത്താവായ ക്രിസ്തു യേശുവിനെ കൈക്കൊണ്ടതുപോലെ അവൻ്റെ കൂട്ടായ്മയിൽ നടക്കപ്പെടുവാൻ തക്കവണ്ണം ഇടയായിത്തീരണം. ആമേൻ. എല്ലാ സാഹചര്യങ്ങളിലും അനുകൂലമായ ഒരനുഭവം ജീവിതത്തിൽ വെളിപ്പെടണമെങ്കിൽ ആമേൻ ലോകപരമായ ജീവിത മുന്നേറ്റങ്ങളിൽ മുന്നേറുവാൻ ഇടയായിത്തീരാതെ ചെറുതും വലുതുമായി ജീവിത മേഖലയിൽ അനുഭവിക്കുന്ന കഷ്ടാനുഭവങ്ങളുടെ നടുവിൽ നിന്ന്, പ്രതികൂല സാഹചര്യങ്ങളുടെ നടുവിൽ നിന്ന് ദൈവാത്മാവിൽ ഒരു വിടുതൽ വെളിപ്പെടണമെങ്കിൽ നാം ക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിൽ നടക്കപ്പെടുവാനിടയായിത്തീരണം. നാം ഈ അധ്യായം കൊലോസ്യ ലേഖനം പഠിക്കുമ്പോഴും അപ്പോസ്തലനായ പൗലോസ് റോമിൽ കാരാഗൃഹത്തിലായിരിക്കുമ്പോൾ കൊലോസ്യർക്ക് ലേഖനം എഴുതുമ്പോൾ അവിടെ കൊലോസ്യ സഭയോട് പറയുന്നൊരു കാര്യമാണ്, കാരാഗൃഹത്തിൻ്റെ അകത്തളത്തിൽ വേദനയോടെ ആയിരിക്കുമ്പോഴും പ്രതികൂല സാഹചര്യങ്ങളിൽ അകപ്പെട്ടിരിക്കുമ്പോഴും പൗലോസിന് പറയുവാനുള്ളത്, നിങ്ങൾ ക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിൽ നടക്കുകയാണെങ്കിൽ. ആരാണ് പറയുന്നതെന്ന് ഒന്ന് ചിന്തിക്കണം. കാരാഗൃഹത്തിൻ്റെ അകത്തളത്തിൽ കിടക്കുന്നവനാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിത മേഖലയിൽ പലവിധമാകുന്ന പ്രതിസന്ധികളിൽ ഭാരപ്പെട്ട് ഉഴന്നു നടക്കുന്ന ജനത്തോട് ദൈവാത്മാവിൽ ഇന്ന് രാത്രികാല ദൂത് വിളിച്ച് പറയാം, കാരാഗൃഹത്തിൻ്റെ അകത്തളത്തിൽ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ട് ബന്ധിക്കപ്പെട്ടവനായി കാരാഗൃഹത്തിൻ്റെ ഉള്ളറയിൽ കിടക്കുമ്പോഴും അപ്പോസ്തലനായ പൗലോസിന് കൊലോസ്യ സഭയോട് പറയുവാനുള്ളത്, നിങ്ങൾക്ക് പ്രതികൂലങ്ങൾ പലതും കടന്നു വരാൻ സാധ്യതയുണ്ട് എങ്കിലും, നിങ്ങളുടെ ജീവിതത്തിൽ കാരാഗൃഹത്തിൻ്റെ അനുഭവങ്ങൾ കടന്നു വരാൻ സാധ്യതയുണ്ട് എങ്കിലും നിങ്ങൾ ക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിൽ നിലനിൽക്കുവാൻ തയ്യാറാകുന്നു എങ്കിൽ സർവശക്തനായ ദൈവം ആമേൻ അവിടെ വിടുതൽ നൽകി തരുവാൻ തക്കവണ്ണം ആയിത്തീരും. ആമേൻ. ഇവിടെ കൊലോസ്യ സഭയോട് പറയാൻ കാരണമെന്ന് പറയുന്നത്, ആമേൻ അവിടെ ഭയങ്കരമായിരിക്കുന്ന വ്യാജ ഉപദേശങ്ങളും പരമ്പരകൾ, തത്വചിന്തകൾ, നിയമാനുഷ്ഠാനങ്ങൾ, ദൂതന്മാരുടെ ആരാധനകൾ എന്നിവയിലൂടെയുള്ള വിശ്വാസങ്ങൾ ക്രിസ്തുവിൽ നിന്ന് മാറ്റാൻ ശ്രമം നടക്കുന്ന സമയത്താണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നുകൂടി പറഞ്ഞു കഴിഞ്ഞാൽ, നിന്റെ ജീവിതത്തിൽ പല വിഷയങ്ങളെ കൊണ്ടുവന്ന്, പല വാക്കുകളെ കൊണ്ടുവന്ന് നന്മകളെ നഷ്ടപ്പെടുത്തുവാൻ, ലഭിക്കേണ്ട അനുഗ്രഹങ്ങളെ പരാജയപ്പെടുത്തി കളയുവാൻ ശത്രുവാകുന്നവൻ ജീവിത മേഖലയിൽ കടന്നു വരുമ്പോൾ, പൗലോസ് പറയുക, കാരാഗൃഹം പോലുള്ള ചില അനുഭവങ്ങൾ കടന്നു വന്നാലും നീ ക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിൽ നിലനിൽക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരണം. വിവിധ ദുരുപദേശങ്ങളും വിവിധ തത്വചിന്തകളും വിവിധ വാഗ്വാദങ്ങളും ജീവിതത്തിൽ കൊണ്ടുവന്ന നന്മകളെ പരാജയപ്പെടുത്തി കളയുവാൻ, ഉണ്ടായിരുന്ന സ്ഥാനങ്ങളെയും മാനങ്ങളെയും നഷ്ടപ്പെടുത്തി കളയുവാൻ ശത്രുവാകുന്നവൻ ശ്രമിക്കുമ്പോൾ പൗലോസ് പറയുക, നീ ഭാരപ്പെട്ടു പോകരുത്. ക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിൽ ക്രിസ്തുവിനോട് ചേർന്ന് നിലനിൽക്കുവാൻ തയ്യാറാകുന്നു എങ്കിൽ സർവശക്തനായ ദൈവം പ്രതികൂല സാഹചര്യങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ കാരാഗൃഹത്തിന്റെ അനുഭവത്തിൽ നിന്ന് വിടുവിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അതിന്റെ തന്നെ 7-ാമത്തെ വാക്യത്തിൽ ഞാൻ വായിക്കുന്നു, അവനിൽ വേരൂന്നിയും പണിയപ്പെട്ടവരായി വിശ്വാസത്തിൽ ഉറപ്പുള്ളവരായിരിക്കണം. ലോകത്തിൽ ഉറപ്പുള്ളവരല്ല, അല്ലെങ്കിൽ മനുഷ്യനിൽ ഉറപ്പുള്ളവരായിട്ടോ വിശ്വാസമുള്ളവരായിട്ടോ മുന്നോട്ട് പോകാനല്ല സർവശക്തനായ ദൈവം വിളിച്ചു പറയുന്നു. നിന്റെ ചില സാഹചര്യങ്ങളുടെ നടുവിൽ
നിന്റെ ചില വിഷമസ്ഥിതികളുടെ നടുവിൽ, നിന്റെ ചില സാഹചര്യങ്ങളുടെ നടുവിൽ ക്രിസ്തുവിൽ വേരൂന്നി ക്രിസ്തുവിൽ വിഷയങ്ങളെ സമർപ്പിക്കുവാൻ തയ്യാറാകുന്നു എങ്കിൽ സർവശക്തനായ ദൈവം നിന്റെ വിഷയത്തിന് പരിഹാരം നൽകി തരുവാനിടയായിത്തീരും. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 4-5 വാക്യം, എന്നിൽ വസിപ്പിൻ, എന്നെ വിട്ട് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയുകയില്ല എന്ന തിരുവചനം നമ്മെ പഠിപ്പിക്കുവാൻ തക്കവണ്ണമിടയായിത്തീരുന്നു. കർത്താവിനെ വിട്ട് നമുക്കൊന്നും ചെയ്യാൻ, നമുക്കൊരു വിടുതലും പ്രാപിക്കാൻ കഴിയത്തില്ല എന്ന വ്യക്തമായി അവിടെ അപ്പോസ്തലൻ പൗലോസ് വിളിച്ചു പറയുകയാണ്. ക്രിസ്തുവിനെ വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ ചലിച്ചാൽ നമ്മുടെ യാത്രകൾ ശുഭകരമായ യാത്രയിൽ എത്തിച്ചേരാൻ കഴിയത്തില്ല എന്ന് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. അതിന് ഉദാഹരണമായി വചനത്തിലും പഠിപ്പിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. യേശു ക്രിസ്തുവിൻ്റെ കൂടെ നിന്നിട്ട് ശിഷ്യന്മാർ യേശു ക്രിസ്തുവിനെ കൂട്ടാതെ പടക് കയറി ചില നാഴിക ദൂരം കടന്നു ചെല്ലുമ്പോൾ പടകിന്റെ അകത്തളത്തിൽ തിരമാല ആഞ്ഞ് അടിച്ച് കയറുവാൻ തക്കവണ്ണമിടയായി തീർന്നു. അതിന്റെ അർത്ഥം മനസ്സിലായോ? ക്രിസ്തുവില്ലാതെ ജീവിതത്തിൽ ഒരു നന്മയും ഒരു വിടുതലും പ്രാപിക്കാൻ കഴിയത്തില്ല. ലോകത്തിന്റെ പ്രകൽസനങ്ങളൊക്കെ അസ്തമിക്കുമ്പോൾ, അത് പരാജയപ്പെട്ടു പോകുമ്പോൾ, ചില വിടുതലുകൾ കാരാഗ്രഹം പോലെയുള്ള ചില അനുഭവങ്ങൾ, അതിൽ നിന്ന് ചില മോചനം പ്രാപിക്കണമെങ്കിൽ ഇന്ന് രാത്രികാല ദൈവിക ദൂതം വചനം വിളിച്ചു പറയുക, കൊലോസ്യ ലേഖനം വിളിച്ചു പറയുന്നത് പോലെ ക്രിസ്തുവിന്റെ ബന്ധത്തിൽ, ക്രിസ്തുവിന്റെ കൂട്ടായ്മയിൽ നിലനിൽക്കുവാൻ തയ്യാറാകുന്നു എങ്കിൽ ദൈവാത്മാവിന്റെ പ്രവൃത്തി വെളിപ്പെടുവാനിടയായിത്തീരും. ഗലാത്യ ലേഖനം 5-ാം അധ്യായം 25-ാം വാക്യം, ആത്മാവിൽ ജീവിക്കുന്നുവെങ്കിൽ ആത്മാവിനാൽ നടക്കുകയും ചെയ്യും. അവൻ ആത്മാവിൽ ജീവിക്കാൻ തയ്യാറാകുന്നു എങ്കിൽ, പരിശുദ്ധാത്മാവിൽ ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാകുന്നു എങ്കിൽ, പരിശുദ്ധാത്മാവ് തന്നെ പ്രവർത്തിച്ച് നമ്മുടെ വിഷയത്തിന് പരിഹാരത്തെ നൽകി തരുവാൻ തക്കവണ്ണമിടയായിത്തീരും. അങ്ങനെയെങ്കിൽ നമ്മുടെ വിഷയത്തിനായി സർവശക്തനായ ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത ക്രിസ്തുവിന്റെ കൂട്ടായ്മയിൽ പങ്കാളിയായി മുന്നേറുവാൻ നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുക്കാം. ചിന്തകളാൽ സർവശക്തനായ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം.